എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിച്ചാൽ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല. ഒക്കെ ഇന്നലെ നമ്മൾ വീട്ടിലുണ്ടായില്ല. കഴിച്ചാൽ നമ്മൾ ഇന്നലെ വീഡിയോ ഇടാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തോടെ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടായിരിക്കും. മുടങ്ങാണ്ട് നമ്മൾ വീഡിയോ ശ്രമിക്കാണ്ട് പോയി. അത് തന്നെ ഞാനത്തെ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ലൈക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അങ്ങനെ കഴിച്ച് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ രാവിലെ തന്നെ ഇവിടെ വെറുതെ ഇരിക്കണേട്ട കഴിച്ച് ഒരു പണിയുമില്ല കഴിച്ച്. എടുത്ത ട്രക്കിനാണെങ്കിൽ പ്രത്യേകിച്ച് മിനിഞ്ഞാന്ന വർക്ക് കിട്ടിയെങ്കിൽ ഇന്ന് വർക്കൊന്നും കിട്ടിയിട്ടില്ല കഴിച്ച്. നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ ചുമ്മാ ഇരുന്ന് ബോറടിക്കണാണ്. അപ്പോൾ എന്തായാലും ബോറടി മാറ്റം ചുമ്മാ ഇരുന്ന് കൂട്ടുകാരൊക്കെ വീട്ടിലൊന്ന് പോയിട്ടൊക്കെ വരാമെന്ന് വെച്ച് ഞാൻ ഫ്രാങ്ക്ലിൻ്റെ ഫോണിലെത്തി യാഷിനെ വിളിക്കണാണ്. ഹലോ യാസേ. അങ്ങനെ ഈ സമയത്ത് യാഷിനെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച. അപ്പോൾ അവൻ പറഞ്ഞത് അവൻ വീട്ടിലില്ല, ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. അവൻ്റെ വീട്ടിലേക്ക് നമ്മളോട് പോകുന്നോളാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നല്ല വീട്ടിൽ വെറുതെ ഇരിക്കണേലേ കഴിച്ചു. അപ്പോൾ നല്ല അവൻ്റെ വീട്ടിലേക്ക് പോയേക്കാം. ഇതിനൊക്കെ അവനോടൊക്കെ സംസാരിച്ചിരിക്കാൻ കഴിച്ചു. രാഹുൽ നമ്മളായിട്ട് ഇപ്പോൾ 2 ദിവസം മിണ്ടിയിട്ടില്ല. കാരണം അന്ന് നമ്മൾ രാഹുലിന് ചെറിയ പണി കൊടുത്തതിന് ശേഷം രാഹുൽ പിന്നെ നമ്മളായിട്ട് മിണ്ടറില്ല കഴിച്ചു. അതൊക്കെ 2 ദിവസം ഓക്കെ, നമുക്ക് യാഷിനെ വീട്ടിലേക്ക് പോകാം. ഞാൻ നിങ്ങൾക്ക് യാഷിൻ്റെ വീട് എവിടെയാണ് കാണിച്ചു ഞാനിട്ട് വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അന്ന് നമ്മൾ ഡിഫൻഡറിൻ്റെ ഡോറൊക്കെ വിട്ട് പോയായിരുന്നു. വർഷത്തെ കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട് ഷോറൂമിൽ കൊണ്ടുപോയില്ല. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ യാഷിൻ്റെ വീട്. ഇതാണ് ഗൈസ് യാഷിൻ്റെ വീട്. ഓക്കെ, അപ്പോൾ യാഷ് പുറത്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളോട് വീട്ടിൽ കയറി ഇരുന്നോളാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും വീട്ടിൽ കയറി ഇരിക്കാൻ ഗൈസ്. നല്ല കുഴപ്പമില്ലാതുള്ള അടിപൊളി വീടാണ് ഗൈസ് യാഷിൻ്റെ. രാഹുലിൻ്റെ ചെറിയ വീടാണ്, പക്ഷേ നല്ല കൊള്ളാം. രാഹുലിൻ്റെ വീടും കൊള്ളാം, യാഷിൻ്റെ വീടും കൊള്ളാം ഗൈസ്. ഒരു ടി വി ഒക്കെ ഉണ്ട് ഗൈസ്, നമ്മുടെ വീട്ടിലുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ബെഡിലൊക്കെ ഇരുന്ന് ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ഇരിക്കാൻ ഗൈസ്. യാഷ് വരട്ടെ ഗൈസ്. കുറച്ച് നേരം ടി വി കണ്ടപ്പോൾ ഗൈസ് ഞാനൊരു സംഭവം കണ്ട് ഗൈസ്. നമ്മൾ ഒരു ഹെവി ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ലേ ഗൈസ്. ആ പോലീസുകാർ വേറൊരു ചലഞ്ച് കൊടുത്തേക്കാണ് ഗൈസ്. ചലഞ്ചല്ല ഗൈസ്, അതായത് ഒരു ദിവസത്തേക്ക് ഒരു ജോബ് ഓഫർ കൊടുത്തേക്കാണ് ഗൈസ്. അതായത് അവിടുത്തെ ഏതോ ഒരു പോലീസുകാരെ ലീവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ആ പേരിൽ ആരെങ്കിലും അവിടെ പോലീസായിട്ട് ഒരു ദിവസം ചാർജ് എടുക്കണം. ഈ വണ്ടികളൊക്കെ പിടിക്കാനുള്ള പോലീസുകാരൊക്കെ തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രാങ്ക്ലിൻ വിചാരിക്കണത് ആ ജോലി ഫ്രാങ്ക്ലിൻ ഏറ്റെടുത്താലോ എന്ന് വിചാരിക്കണം. കാരണം നമ്മുടെ ഫ്രാങ്ക്ലിന് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നൊരു ദിവസം അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോയി കിട്ടുമല്ലോ ഗൈസ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിനെ തീരുമാനിച്ചിട്ടോ ആ ജോലി ഏറ്റെടുക്കാൻ നമ്മൾ ഫ്രാങ്ക്ലിൻ തീരുമാനിച്ചു. ഓക്കെ, എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണമാണ്. അതിന് പോയി യാഷിനെ വിളിച്ച് കാര്യം പറഞ്ഞേക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ യാഷിനെയും കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആരെങ്കിലും വന്നാന്നറിയില്ല ഗൈസ്. ആരെങ്കിലും വന്നേക്കുമ്പോൾ നമുക്ക് നേരെ ഡിഫൻഡർ എടുത്ത് കത്തിച്ച് നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ ഗൈസ്. ഓക്കെ, ഞാൻ ഈ ടി വിയിലാണ് ന്യൂസ് ഞാൻ കേൾക്കണത് ഗൈസ്. പോലീസുകാരാണ് ഈ ന്യൂസ് പുറത്ത് വിട്ടേക്കണേന്ന് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. നമുക്ക് നല്ല പോലീസിലെത്തിയിട്ടു പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമുക്ക് സീനുവലും ഉണ്ടാവും ഗൈസ്. ഇനി നമ്മൾ സീനുണ്ടാവില്ലായിരിക്കും ഗൈസ്. അതെ ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയേക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ സാറുമാരൊക്കെ ഉണ്ട് സംസാരിക്കാൻ ഗൈസ്. ഹലോ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, കയറിപ്പോക്കോ. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഗൈസ്. ഓക്കെ ഗൈസ്, അതെ മെയിൻ സാറ്. ഹലോ സാറേ, എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ്. മനസ്സിലായി. അന്ന് ഇവിടെ ട്രക്കിനില്ലേ ഹെവി ലൈസൻസ് എടുക്കാൻ വന്ന ആളല്ലേ? അതെ സാറേ, ഞാനന്ന് ഹെവി ലൈസൻസ് എടുക്കാൻ വന്ന ആളാണ്. വന്ന കാര്യം പറഞ്ഞല്ലോ സാറേ. ഞാൻ ഈ ടി വിയിലൊരു ന്യൂസ് കണ്ടായിരുന്നേ. അതായത് ഇവിടെ ഒരു ദിവസത്തേക്ക് ഒരു പോലീസുകാരൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അത് കൊടുത്ത ഞങ്ങൾ തന്നെയാണ്. നിനക്ക് ഈ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? സാറേ, എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ യൂണിഫോം ഒന്നുമില്ല. അത് കുഴപ്പമില്ലടാ, നിൻ്റെ വല്ല പട്ടാളക്കാരുടെ യൂണിഫോം ഉണ്ടോ? അങ്ങനെയെങ്കിൽ അതിട്ടാൽ മതി. സാറേ, സോൾജിയറിൻ്റെ യൂണിഫോം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ അതിട്ടാൽ മതി, അതൊക്കെ തന്നെ ധാരാളം. സാറേ, ഞാൻ എന്ത് ജോലി ചെയ്യണ്ട? ഇവിടെ ഇരുന്നാൽ മതിയാ? ഇവിടെ ഇരിക്കണ ജോലിയല്ല. ഇതുവഴി കൂടി കുറേ വണ്ടികൾ പാസ് ചെയ്യൂലേ, അങ്ങനെ പല പല സ്ഥലത്ത് പോയിട്ട് നീ വണ്ടി ചെക്ക് ചെയ്യണം, ലൈസൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് നോക്കണം, വണ്ടിയിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വെച്ച് കടത്തണ്ടെന്ന് നോക്കണം. അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നാൻ വണ്ടികൾ കാണണമെങ്കിൽ നീ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കിട്ടും. ഓക്കെ സാറേ, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പോൾ സാറേ ഞാൻ എന്നാൽ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരട്ടെ?
നീ പെട്ടെന്ന് പോയിട്ട് വാ, എന്നിട്ട് ഇവിടെ ചാർജ് എടുത്തോ. ഓക്കെ സാർ, ഞാൻ പെട്ടെന്ന് പോയിട്ടും വരാം. അങ്ങനെ നമ്മളോട് വേഗം വീട്ടിൽ പോയി മറ്റേ ഡ്രസ്സൊക്കെ ആയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. സോൾജറിൻ്റെ പോലീസിൻ്റെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു സോൾജർ പോലീസ് ആയി, അതായത് സോൾജറിൻ്റെ ഡ്രസ്സിൻ്റെ പോലീസിൻ്റെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ചിലപ്പോൾ പോലീസിൻ്റെ ജീപ്പൊക്കെ നമുക്ക് തനിവായിരിക്കും, കാരണം പോലീസിൻ്റെ ജീപ്പ് വേണമല്ലോ. കാരണം പോലീസുകാർക്ക് ഡിഫൻഡറിൽ പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, നമുക്ക് ആ പട്ടാളക്കാരുടെ ഡ്രസ്സൊക്കെ അങ്ങനെ എടുത്തിട്ടേക്കാൻ കഴിയും. അങ്ങനെ ഈ സംഭവം നമ്മുടെ ഫ്രാങ്കിലെ സോൾജറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കൈസ്. കേട്ടാ, കരാട്ടെ കളിക്കുന്ന നമ്മുടെ ഫ്രാങ്കിലി കണ്ട കൈസ്. സോൾജറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്കിൽ പോലീസാണ്, സോൾജർ പോലീസാണ് കൈസ്. ഓക്കെ, തൊപ്പിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രാങ്കിൽ മാറ്റാണ്. കാരണം പോലീസിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു ഗെയിമൊക്കെ പോകേണ്ട കൈസ്. നമുക്ക് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. നമുക്ക് ഇവിടെ ആദ്യം നമുക്ക് ഈ സ്ഥലത്താണ് ഡ്യൂട്ടി, അങ്ങനെ അവർ പറയും ഏത് സ്ഥലത്തൊക്കെയാണ് ഡ്യൂട്ടി ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി ഡ്യൂട്ടി ചെയ്യണം. അപ്പോൾ നമുക്കൊന്നേരം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കാം ഗൈസ്. അങ്ങനെ കഴിച്ച മതി വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തതിന് പോലീസ് സ്റ്റേഷനൊക്കെ പോകണം. സാറേ ഞാനും അങ്ങനെ പോലീസായി. നീയും പോലീസായില്ലേ, കൊള്ളാം. ഓക്കെ ഗൈസ്, സാറേ ഞാൻ വന്നു. ഈ ലുക്കിൽ നിന്നെക്കാളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ ലുക്കിൽ നിന്നെക്കാളും അടിപൊളിയായിട്ടുണ്ട് ഫ്രാങ്ക്ലി. താങ്ക് യു സാറേ. അപ്പോൾ സാറേ ഞാൻ ജോലി തുടങ്ങിക്കോട്ടെ. സാറേ ഇപ്പോൾ പോലീസ് ജീപ്പാ? അത് ഈ പോലീസ് സ്റ്റേഷൻ്റെ പുറകിലുണ്ട്. ഓക്കെ, 2 അവിടെ കിടപ്പുണ്ട്, നീ അതിൽ നിന്ന് 1 എടുത്തു. ഓക്കെ സാറേ, താങ്ക് യു. ആദ്യത്തെ ഡ്യൂട്ടി എവിടെയാണ് സാറേ? ആദ്യത്തെ ഡ്യൂട്ടി പോലീസ് സ്റ്റേഷനിലെ പുറത്ത് തന്നെയാണ്. അവിടെ നിന്ന് നീ ഡൗട്ട് തോന്നുന്ന ഒരു 3 വണ്ടി പിടിക്കും. അതിന് ശേഷം നിനക്ക് അടുത്ത ഡ്യൂട്ടി എവിടെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ സാറേ, അപ്പോൾ ഞാൻ പോയി ഡ്യൂട്ടി ചെയ്തോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഡ്യൂട്ടി ചെയ്യാം. ഡിഫൻഡർ ഇവിടെ കിടക്കട്ടെ. നമുക്ക് പോലീസുകാർ ഇതിൻ്റെ പുറകിലുണ്ടെന്നാണ് പറയണത്. നമുക്ക് എന്തായാലും പോലീസുകാർ അങ്ങ് എടുത്തേക്കാം. 2 കിടക്കണമെന്നാണ് പറയണത്, എനിക്കറിയത്തില്ലെങ്കിൽ നോക്കാം. ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇവിടെ 2 പോലീസ് വണ്ടി ഇവിടെ കിടക്കുന്നത്. ഓക്കെ, 2 ഒരേപോലത്തെ പോലീസ് വണ്ടിയൊക്കെ തന്നെയാണ്. നമ്മൾ ഏതെടുക്കും? ഗൈസ്, നമുക്ക് ഈ ആദ്യത്തെ തന്നെ എടുത്തേക്കാം ഗൈസ്. അടിപൊളി വണ്ടിയാണ് പോലീസ് വണ്ടി. നോക്കാം. ഇതിന് ഇന്ത്യൻ രക്ഷയില്ല പോലീസ് വണ്ടിയില്ല. നമ്മുടെ ഫിഗോ ഇല്ലേ, ഫോർഡിൻ്റെ ഫിഗോ എന്ന് പറഞ്ഞ വണ്ടിയില്ലേ കേസ്, അതിൻ്റെ ഇൻറ്റീരിയർ സെയിം, അതിൻ്റെ സ്റ്റിയറിംഗ് വീൽ സെയിം മാച്ചുള്ള വണ്ടിയാണ് കേസ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ അല്ല കേസ്, അത് കമൻറ്റ് ഇട്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല നേരെ പോവാം. ഓക്കെ കേസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ വർക്ക് വേറെ എവിടെയല്ല കേസ്. ആദ്യത്തെ വർക്ക് ഇവിടെ തന്നെയാണ് ഈ സിറ്റി, അതായത് ഇവിടെ തന്നെ. ഓക്കെ, പോലീസ് സ്റ്റേഷനിലെ തൊട്ട് ഇവിടെ തന്നെ. ഓക്കെ, ഇവിടെ നമുക്ക് വണ്ടി അങ്ങ് നിർത്താൻ കഴിയും. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിനൊന്ന് വീണ് പോയാലും കഴിച്ച്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വെയിറ്റ് കൊണ്ടിട്ട് കണ്ട ഇതിൻ്റെ ഡോറൊന്ന് പൊട്ടിപ്പോയാലും ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ വണ്ടി ഒന്ന് മാറ്റാൻ മറ്റേ വണ്ടി എടുക്കാം. ഫ്രാങ്ക്ലിൻ ഇച്ചിരി ജിമ്മനായിട്ട് ഫ്രാങ്ക്ലിൻ്റെ വെയിറ്റ് കൊണ്ടായിട്ട് അങ്ങനെ പോലീസുകാർ അമ്മമാർക്ക് പൈസ കൊടുക്കേണ്ടി വരും കേസ് നമ്മളിനി. ഓക്കെ, ഇതെന്തായാലും ഇവിടെ കിടക്കട്ടെ. നൈസായിട്ടൊന്നും അറിയാതെ മറ്റേ ഇവിടെ തന്നെ വണ്ടി ഇട്ടേക്കണേ. നമുക്ക് ഇനി വണ്ടി പിടിക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ പോലീസുകാരൻ പറഞ്ഞത് കാറ് മാത്രം പിടിച്ചാൽ മതി പറഞ്ഞാൽ ബൈക്കും കാര്യങ്ങളൊന്നും പിടിക്കണ്ടെന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ, പോലീസുകാരൻ നമ്മുടെ കയ്യിൽ രഹസ്യമായിട്ടൊരു ഗണ്ണ് ഏൽപ്പിച്ചായിരുന്നുണ്ടോ കേസ്. ആണോ, അടിപൊളി ഗണ്ണാണ്. വല്ല വണ്ടി ഷോ കാണിക്കണമെങ്കിൽ ഈ ഗണ്ണ് വെച്ച് പൊട്ടിച്ചോളാണ് പറഞ്ഞേക്കണത്. ഓക്കെ, നമുക്കപ്പോൾ ഏതെങ്കിലും വണ്ടി വരാൻ വെയിറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങോട്ട് വണ്ടി വരാൻ മാത്രം പിടിക്കാനുള്ള ഡ്യൂട്ടിയെ നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ നിന്നൊന്നും പിടിക്കാനുള്ള ഡ്യൂട്ടി തന്നിട്ടില്ല. ബൈക്കൊന്നും കുഴപ്പമില്ല കൈസ്, അതുകൊണ്ടൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് പൊക്കോണ്ടേ. കാറൊക്കെ നമ്മൾ പിടിക്കും കേസ്. കൈസ്, ഒരു കാറ് വനുണ്ട് കേസ്, നമുക്കത് പിടിക്കണോട്ടോ കേസ്. വാ മോനെ, വാ അന്ന് ഇങ്ങോട്ട് തന്നെ വാ. നിർത്ത്. എന്തോടെ നിർത്തൂല നീ വണ്ടി? എന്തോ സാറുമാരോട് എന്താണെന്ന് ചോദിക്കണം. വണ്ടി ചെക്ക് ചെയ്യാൻ പോണേണ്. നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. ഇപ്പം പറ്റൂല സാറേ പുറത്തേക്ക് ഇറങ്ങാൻ. അതെന്ത് പറ്റി സാറേ? വണ്ടിയിൽ AC ഇട്ടേക്കണം. വണ്ടി ഓഫാക്കിയിട്ട് ഇറങ്ങി വേണം പുറത്തേക്ക്. സാറേ, വണ്ടിയിൽ AC ഇട്ടേക്കാനാണ് സാറേ.
നിന്റെ വണ്ടിയിൽ നീ എന്തെങ്കിലും വെച്ച് കടത്തുന്നുണ്ടോടാ? ഇല്ല സാറേ, പ്രത്യേകിച്ചൊന്നുമില്ല സാറേ, ഞാൻ ചെക്ക് ചെയ്യട്ടേടാ. ഓ സാർ ചെക്ക് ചെയ്തോ ഗൈസ്, നമുക്ക് ചെക്ക് ചെയ്യട്ടെ ഇവൻ്റെ വണ്ടിയിൽ എന്തെങ്കിലും വെച്ച് കടത്തുന്നുണ്ടാന്ന്. അവൻ ചെക്ക് ചെയ്യട്ടെ ഗൈസ്. ഗൈസ് ഇവൻ്റെ വണ്ടി മൊത്തം അടിച്ചു നോക്കി ചെക്ക് ചെയ്ത് ഗൈസ്. വണ്ടിയുടെ ഉള്ളിൽ മൊത്തം എ സി ആണ്, ഇവൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഗൈസ്. ഓക്കെ, വണ്ടിയുടെ ഉള്ളിൽ ചെക്ക് ചെയ്ത് വണ്ടി ഉള്ളിൽ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, പക്ഷെ ഇവൻ്റെ ഈ എ സി ഇടൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തോക്കും വെച്ച് ഇവൻ്റെ ഈ ഫ്രണ്ട് ഗ്ലാസ് അങ്ങ് പൊട്ടിച്ചാലും കേൾക്കുന്നത് ഗൈസ്. കാരണം ഇവൻ്റെ ഈ ജാട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഫ്രണ്ട് ഗ്ലാസ് പോലീസുകാരുടെ ഇവന് ഇറങ്ങാൻ കഴിയില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഞാൻ പൊട്ടിക്കാൻ പോണേ. സോറി തോക്കി കൊണ്ടിരിക്കണത് ആദ്യം ഞാൻ നിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അങ്ങ് പൊട്ടിക്കാൻ പോണേ. നീ എ സി ഇട്ടിരിക്കണ്ട. അത് സോറി അങ്ങനെ ചെയ്യരുത് സോറി, ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. സാറിന് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. അതിന് മുമ്പ് നിന്നെ ഞാൻ പിടിച്ച് അകത്തിടും. മര്യാദയ്ക്ക് ഇപ്പോൾ ആട്ടയെടുത്തിന് വെക്കോ. നീ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അതുപോലെ തന്നെ നിൻ്റെ ജാട കൊണ്ട് നിൻ്റെ ഈ ജനലും പൊട്ടി. ഇനി എങ്ങാനും ഇവിടെ കണ്ട ഷോ കാണിക്കാൻ വരുവാണെങ്കിൽ നിന്നെ പിടിച്ച് അകത്തിടും. ഇനി ഈ പാട്ട വണ്ടി ഞാൻ കത്തിച്ചും കളയും. ഓ സോറി അങ്ങനെ ചെയ്യരുത്, ഞാൻ പൊക്കോളാം. ഇന്നെങ്ങാനും പോലീസുകാരോട് ബഹുമാനത്തിൽ സംസാരിക്കണം. ഓക്കെ സാറേ. ചെല്ലി അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ കണ്ട കേസ് ടോപ്പും കാണിച്ച് നടന്ന് വന്നെയാണ് കേസ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി സക്സസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേസ്. ഓക്കെ, ഒരുത്തന്നെ പാടം എടുത്തിട്ടുണ്ട് കേസ്. അവൻ്റെ പോക്കുണ്ട്, അവന് ഇനി എ സി ഇടണ്ട കേസ്. ഇനി എ സി ഇട്ടാലും ഒരു പ്രയോജനമില്ല കേസ്, കാരണം എല്ലാം പുറത്തേക്ക് പോകും. ഞാൻ വിളിച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല കേസ്. ഓക്കെ കേസ്, നമുക്ക് ഇനി അടുത്ത കാർ വണ്ടി വെയിറ്റ് ചെയ്യാം കേസ്. ഇവിടെ പ്രത്യേകിച്ച് വണ്ടിയും കാര്യങ്ങളൊന്നും മഞ്ഞില്ലെന്ന് കേസ്. നമുക്ക് മെയിൻ സാറിനോട് ഒന്ന് പറയാം കേസ്, ഇവിടെ പ്രത്യേകിച്ച് വണ്ടിയും കാര്യങ്ങളൊന്നും മഞ്ഞില്ലെന്ന്. നമുക്ക് വേറെ എവിടെയെങ്കിലും ഡ്യൂട്ടി തരുമോ എന്ന് ചോദിച്ചു നോക്കാം കേസ്. നമുക്ക് വേറെ എവിടെയെങ്കിലും ഡ്യൂട്ടി തരുമോ എന്ന് ചോദിക്കാം കേസ്. കാരണം ഇവിടെ പ്രത്യേകിച്ച് വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല സാറേ. എനിക്ക് വേറെ എവിടെയെങ്കിലും ഡ്യൂട്ടി തരുമോ? വേറെ ഡ്യൂട്ടി എനിക്ക് തരാം. നീ നമ്മളെ പെട്രോൾ പമ്പില്ലേ, അവിടെ പോയി ഡ്യൂട്ടി ചെയ്തു. പെട്രോൾ പമ്പിൻ്റെ അവിടെ അവിടെ പോയിട്ടൊരു 3 വണ്ടി ഇവിടെ കൊണ്ടുവരണം. അതായത് വല്ല കള്ളത്തരം കളിക്കണ ഏത് വണ്ടി ഇവിടെ കൊണ്ടുവന്നോ, ഒരു കുഴപ്പമില്ല. ഓക്കെ സാറേ. പിന്നെ അമ്മ നിർത്താണ്ട് പോയി കളഞ്ഞാൽ ബോംബും വെച്ച് പൊട്ടിച്ച വണ്ടി. ബോംബൊക്കെ എൻ്റെ നേരത്തെ വന്നിട്ടില്ലേ സാറേ, ബോംബൊക്കെ വെച്ച് പൊട്ടിക്കണം. അതൊന്നും കുഴപ്പമില്ല, നീ പൊട്ടിച്ചോ. ഓക്കെ സാറേ. കണ്ട സാർ കട്ട സപ്പോർട്ടാണ്. ബോംബൊക്കെ ഇറങ്ങി പൊട്ടിച്ചോളാം തന്നെ പറഞ്ഞേക്കണത്. ഓക്കെ, നമുക്ക് നേരെ പെട്രോൾ പമ്പിന് അങ്ങോട്ട് പോകാം കേസ്. അതിന് മുമ്പ് ഇവിടെ അടുത്ത വണ്ടി പോകണം. നമുക്ക് ഇതും കൂടി പിടിച്ചാൽ കേസ്. അപ്പോൾ 2 വണ്ടിയായി. നിർത്ത് എന്താ സാറേ, ആക്സിഡൻ്റ് ആയി. ഇടിക്കാൻ വണ്ടിയിലൊക്കെ ബോംബ് വെച്ച് പൊട്ടിക്കാനാണ് കേസ് പറഞ്ഞേക്കണത്. പിന്നെ നമ്മൾ ബോംബ് വെച്ച് പൊട്ടിക്കാൻ വേണം കേസ്. നമ്മൊരു ബോംബും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് കേസ് വണ്ടിയിൽ. ഇത് പൊട്ടുപ്പ. അതിന് നമുക്ക് ഇവരൊന്നും ചെക്ക് ചെയ്യണം കേസ്. എന്താണ് വണ്ടിയിൽ സാറേ? സാറോടും പറയുന്ന ഒരു കാര്യം പറയാം സാറേ. വണ്ടിയിൽ ചെറിയ രീതിക്ക് ആൽക്കഹോൾ കുഴപ്പമുണ്ടാകാൻ നീങ്ങിറങ്ങിയടീമേ. ഒരു മിനിറ്റ്, നീങ്ങിറങ്ങിയടീമേ. ആൽക്കഹോൾ കൊണ്ട് ഇനി വേണമെങ്കിൽ പോലീസ് പോകുമല്ല. നമുക്ക് ആ വണ്ടിയെ പൊട്ടിക്കാം. പോകുമല്ലോ. പോലീസുകാരൻ പറഞ്ഞ് നിർത്താണ്ട് പോണ വണ്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതാണ് ഈ ഒരു ഐറ്റം, കീർ ബോംബ്. വണ്ടിക്ക് ഓക്കെ, ഇനി ഞാൻ വേണമെങ്കിൽ ഫൈൻ അടച്ചെടുക്കട്ടെ ഗൈസ്. ഓക്കെ, നമുക്കിനി എന്തായാലും നമ്മുടെ പെട്രോൾ പമ്പിലേക്ക് ഡ്യൂട്ടിക്ക് പോകാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ പോലീസ് വണ്ടിയിലൊക്കെ കയറി നമ്മൾ പെട്രോൾ പമ്പിലേക്ക് പോകണം ഗൈസ്. ഓക്കെ, പെട്രോൾ പമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെയാണ് ഈ സമയം അടുത്ത മാസം കണ്ടോ മാസം കുറച്ചെടുത്തത് മാസം കണ്ടോ. നമ്മുടെ പെട്രോൾ പമ്പിലേക്ക് ഡിഫൻഡറിനെ പിടിച്ചേക്കാം. നിർത്തറ. അല്ല പിന്നെ പോലീസുകാരുടെ വട്ടം. എന്താടാ എങ്ങോട്ട് പോണ്? സാറ് തൊട്ടപ്പുറത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം. എന്താ കാര്യം? ഭയങ്കര തലവേനുള്ള ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. ഇതിന് മിക്സ് വേണ്ടിയേ മാറുന്നുള്ളൂ. അത് സാറേ ഭയങ്കര തലവേന. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മാറുന്നുള്ളൂ. അതൊന്നും വലിയ വണ്ടിയൊന്നുമില്ല.
ഓക്കെ, അപ്പം നീ ഒരു കാര്യം ചെയ്യും, വണ്ടി ഇറങ്ങി. അത് ഇതിനോട് സാറ് ഞാൻ വണ്ടി ഇറങ്ങി, ഞാൻ ഒത്തിരി VIP ആണ് സാറേ, ഡിഫൻഡറൊക്കെ ഉണ്ട്. എടാ മോനെ, ഞാനൊന്ന് ഒരു ദിവസത്തേക്ക് പോലീസായതാണ്, ഇനി വലിയ ഡിഫൻഡർ നമ്മുടെ ഉണ്ട്. ഓക്കെ, അല്ല ഇനി വലിയ ഡിഫൻഡർ നമ്മുടെ ഉള്ളത് ഓണോ സാധാരണ എനിക്കൊന്ന് കാണിച്ചു തരും. അത് ഞാൻ നിന്നെ കാണിക്കേണ്ട ആവശ്യം നീ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. എത്ര ബുദ്ധിമുട്ടാണ് നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, തൽക്കാലം നീ ഹോസ്പിറ്റലിൽ പോകണ്ട. ഓക്കെ, ഇയാളെന്താണ് അങ്ങനെയൊക്കെ പറയണത്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഗൈസ് നമ്മൾ ഇയാളെ വിളിച്ചേക്കാം. നിൻ്റെ വണ്ടിയിലെ ഞാൻ ബോംബ് വെക്കും മര്യാദക്കല്ലേ, തോം കളിയിലുണ്ടെങ്കിൽ ബോംബ് വെച്ച് കണ്ടിട്ടോ, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയാം. ഗൈസ് ഇപ്പം നമ്മൾ വെല്ലുവിളി ഗൈസ്, നമുക്കൊരു ബോംബ് വെക്കുന്ന ഇതിന് വേണ്ടി. ഗൈസ് നമ്മൾ ഇവൻ്റെ വണ്ടിയിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ട്. ഈ ബോംബ് സോറി വേണ്ട സോറി, ഞാൻ ചുമ്മാ പറഞ്ഞു അങ്ങനെ വഴിക്കുക. ഒരു കാര്യം ചെയ്യാം, നീ ഇത്ര തർക്കുത്തരം പറഞ്ഞ സ്ഥിതിക്ക് നിൻ്റെ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ സാറേ? വണ്ടിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സിഗരറ്റ് പാക്കറ്റ് ഉണ്ട്. സിഗരറ്റ് പാക്കറ്റ് കൊണ്ട് വണ്ടിയിൽ പോകാനുള്ള അധികാരമൊന്നുമില്ല മോനെ. അപ്പം നീ ഒരു കാര്യം ചെയ്യും, നീ വണ്ടി വേണമെങ്കിൽ നീ സ്റ്റേഷനിൽ നിർത്താൻ മതി. ഓർത്താനോ ഞാൻ ഈ വണ്ടിയിൽ ഇറങ്ങുന്ന പ്രശ്നമില്ല. നീ ഇറങ്ങണ്ട, ഞാൻ നിന്നെ വലിച്ച് പുറത്തിറങ്ങി വിട്ടാം. സാറ് മറ്റേ വലിച്ച് പുറത്തിറങ്ങി കാണിക്കും. ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇറങ്ങണ പുറത്ത് അല്ല പിന്നെ അയ്യോ. ഓക്കെ, നമ്മളെന്തായാലും ഈ വണ്ടി കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഇവിടെ നമ്മുടെ ഡിഫൻഡർ കിടപ്പുണ്ട് ഗൈസ്. വണ്ടി അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ഗൈസ്. നമ്മളുടെ ബുഗാട്ടി പോലത്തെ ഒരു വണ്ടി എന്ത് ചെയ്യും, നമുക്ക് ഈ സാറുമാരോട് ചോദിച്ചു നോക്കാം. ആ ബുഗാട്ടി വണ്ടി എന്തേന്ന്. സാറേ ഞാൻ വിട്ടിച്ച് ബുഗാട്ടിയുടെ വണ്ടി എന്തേ? എടാ അതെ, അതൊരു സാറ് ഓടിച്ചുകൊണ്ട് പോയേക്കാണ്, അത് കുഴപ്പമില്ല. ഓക്കെ സാർ, ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്കിനി ഒരു വണ്ടിയും കൂടി പിടിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കിതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ അടുത്ത പോലീസുകാരെ പിടിക്കണം, നമ്മൾ അടുത്ത വണ്ടി പിടിക്കാൻ പോകുന്നത്. അത് പെട്രോൾ പമ്പിൽ തന്നെ പിടിക്കണമെന്ന് പറഞ്ഞേക്കണം, നമുക്ക് ഇവിടെ അവരെ പിടിച്ചാൽ മതിയാകും. സിഗരറ്റ് പാക്കറ്റ് ഒന്നും വണ്ടിയിൽ കൊണ്ടുള്ള അധികാരമില്ല ഗൈസ്, അപ്പോൾ നമ്മൾ പിടിച്ചത്. ഗൈസ് നമ്മൾ പെട്രോൾ പമ്പിൽ എത്തിയിട്ടാണ് ഗൈസ്. ഇത് അടുത്ത വണ്ടിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. പോലീസുകാർക്ക് എത്ര വണ്ടി തരും ഗൈസ്, എത്ര വണ്ടി ചീത്താലും കുഴപ്പമില്ല ഗൈസ്. പോലീസുകാർ വണ്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ജോബ് ഇസ് ബെസ്റ്റ് ജോബ്. ഓക്കെ, തീർത്ത് ഓൻ്റെ സാറേ, ഞാൻ അത്യാവശ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു സാറേ. ഇപ്പം അത്യാവശ്യമായിട്ട് പോകണ്ട, ഞാൻ ചെക്ക് ചെയ്യട്ടെ, ലൈസൻസ് എടുത്തേ. സാറേ ലൈസൻസ്, ഞാൻ ലൈസൻസ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഗൈസ്. ലൈസൻസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എടാ വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ സാറേ? വണ്ടിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല സാറേ. ഞാൻ പിന്നെ വണ്ടി ഒന്ന് ഇൻഷുറൻസ് അടച്ചിട്ട് കുറച്ച് നാളായത്, കുഴപ്പമുണ്ടോ? ഇൻഷുറൻസ് അടക്കാതെ വണ്ടി കൊണ്ടാണ് നീ ഓക്കെ നടക്കണത്. ഇതൊക്കെ ഇതാണ്ടോ, നീ വണ്ടിയിൽ നിന്ന് എനിക്ക് വണ്ടി കൊണ്ടുപോകണം. അത് പിന്നെ സാറേ, നീ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ വലിച്ചോണ്ട് പോയി. വണ്ടി ഞാൻ എടുത്തുകൊണ്ട് പോയിക്കാനൊക്കെ കാര്യമില്ല. ഇപ്പോൾ എടുത്തുകൊണ്ട് പോയിക്കാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ എടുക്കാം. സാറേ എന്താ വണ്ടി എടുത്തു ഗൈസ്. നമുക്ക് വണ്ടി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടാവും പോലീസ് സ്റ്റേഷനിൽ. ഫൈൻ അടിച്ചിട്ട് വണ്ടി എടുത്തോളാം പറഞ്ഞേക്കുന്നത്, എടുത്തോളാന്നാണ് നമ്മളോട് അവൻ പറഞ്ഞത്. ഓക്കെ, ഇൻഷുറൻസ് അടക്കാതെ വണ്ടി കൊണ്ടുപോയി ഇറങ്ങാൻ വളരെ അതാണ് ഇത് വിളിച്ചത്. ഇവൻ നല്ലവനായിരുന്നു ഗൈസ്. ഓക്കെ, പക്ഷേ ഇൻഷുറൻസ് അടക്കാത്ത ഒരു പ്രശ്നം മാത്രം ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വണ്ടി നമുക്ക് സക്സസ് ആയിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ നമ്മുടെ ജോബ് കഴിഞ്ഞെന്നാണ് തോന്നണത്. ഓക്കെ, നമുക്ക് സാറിന് ചോദിച്ചു. അങ്ങനെ കഴിച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ഓക്കെ, അതുകൊണ്ട് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ വിട്ടേക്കാം, നമുക്ക് സാറോട് സംസാരിക്കാം ഗൈസ്. ഇന്നത്തെ പരിപാടി നമുക്ക് ആപ്പടെ 3 വണ്ടി പിടിക്കൽ ഡ്യൂട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. വണ്ടി 3 വണ്ടി നമ്മൾ സക്സസ് ആയിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. സാറേ എൻ്റെ 3 വണ്ടി പിടിക്കൽ ഡ്യൂട്ടിയെ സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സാറേ. പൊളിയടാ, നീ ചെയ്ത ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടടാ. ഓക്കെ സാറേ, അപ്പോൾ അതെ സാറ് തോക്കും സാറെന്നാൽ ബോംബൊക്കെ ഞാൻ തിരിച്ചു വെക്കണം കേട്ടോ. തോക്കും ബോംബൊക്കെ തിരിച്ചു കൊടുത്ത് സാർ എന്നാൽ പൊക്കോട്ടെ. നിൻ്റെ ഇന്നത്തെ സാലറി ആയിട്ട് ഞാനൊരു 10,000 റുപ്പീ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. സാർ താങ്ക് യു സാറേ. അപ്പോൾ ഞാൻ പൊക്കോട്ടെ. നീ പൊക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം കേട്ടോ. ഓക്കെ സാർ, ഓക്കെ സാർ. നമ്മുടെ ഇന്നലെ ജോബ് കഴിഞ്ഞൊക്കെ നമുക്ക് ഡിഫൻഡർ നമ്മുടെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ പെട്ടെന്ന് മഞ്ഞക്കാണ് മൂടിയിട്ട് നമുക്ക് രാത്രിയാകാനായിട്ട് നമുക്ക് കുറേ നേരം നമ്മൾ വർക്ക് ചെയ്ത് സമയം പോലെ മഞ്ഞക്ക് വന്ന് രാത്രിയാകാറായിട്ടുണ്ട്. ഓക്കെ, ഇട്ടേക്കാം ഗൈസ്. നമ്മുടെ ലോറി നമ്മുടെ രാവിലെ എടുത്തുകൊണ്ട് പോയത് ഗൈസ്. ഓടിച്ച് നോക്കട്ടെന്ന് പറഞ്ഞു അതിന് പിണക്കൊക്കെ മാറിയിട്ടു നല്ല ലോറികൾ എടുത്തുകൊണ്ട് പോയത്. ഓക്കെ ഗൈസ്, ഇന്ന് ഞാൻ അവതരിപ്പിച്ച ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ കണ്ടന്റിൽ നമുക്ക് ഇച്ചിരി വയലൻസ് ഉണ്ടായെന്ന് ചോദിച്ചാൽ
ചിരിയാണ്, കാരണം നമ്മൾ വണ്ടിയൊക്കെ പൊട്ടിച്ചല്ലോ ഗസ് ബോംബ് വെച്ചിട്ട്. അപ്പോൾ ചെറിയൊക്കെ വയലൻസ് ഉണ്ടായിട്ടുണ്ട് ഈ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഈ കണ്ടൻറ്റ് അവതരിപ്പിച്ചേക്കണത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, എനിക്കറിയാം നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ. ഓക്കെ, മാക്സിമം എല്ലാം ലൈക്ക് ചെയ്യുക. ഓക്കെ, നല്ലൊരു കണ്ടൻറ്റായി തന്നെ പ്രതീക്ഷിക്കുന്നു. കണ്ടൻറ്റിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ മാറ്റിയിട്ടായിരിക്കും ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയും പുതിയ നല്ല അടിപൊളി ഒരു കണ്ടൻറ്റായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടർക്കും ടാറ്റ ബൈ.